ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഈ വചന വിചിന്തനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 2-ാം തീയതി ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അതിൽ ഒരു പിശാച് ബാധിതനായ കുട്ടിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം ശിഷ്യന്മാരുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. ശിഷ്യന്മാർക്ക് ആ പിശാചിനെ പുറത്താക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് അവർ യേശുവിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു ആ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന നിലയിലാണ് പറയുന്നതെങ്കിൽ കൂടെയും അത് ഈ തലമുറയോടും ഈ കാലഘട്ടത്തിനോടുമുള്ള ഒരു അഭിപ്രായമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ഈശോ പറയുകയാണ്, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ. ഈ തലമുറയുടെ ഒരു പ്രത്യേകത ആയിട്ട് കർത്താവ് കാണുന്നത് വിശ്വാസമില്ല, അതുപോലെ തന്നെ വഴി തെറ്റിപ്പോയിരിക്കുന്നു. വിശ്വാസമില്ലാതിരിക്കുന്ന ഒരു തലമുറയ്ക്ക് സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് അവരുടെ വഴി, ലക്ഷ്യം അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളത്. ഈ കാലഘട്ടത്തിലും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കും. വിശ്വാസമില്ലാത്ത ആളുകൾ, ഒത്തിരിയേറെ ആളുകളാണ് പറയുന്നത്, എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, വിശ്വാസമില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ 2-3 തലങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമേ പോയി ഒരു ദൈവവിശ്വാസമല്ല ഒരുവിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. വിശ്വാസം ഏറ്റവും അടിസ്ഥാനപരമായി ആരംഭിക്കുന്നത് അവനവനിൽ തന്നെയുള്ള വിശ്വാസത്തിൽ നിന്നാണ്. കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ളൊരു ബോധ്യം, അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസമില്ലെങ്കിൽ, പലപ്പോഴും പറയുന്ന ആത്മവിശ്വാസമില്ല, അത് വിശ്വാസത്തിന് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഇടവക പള്ളിയിൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു വാർഷികം നടക്കുകയാണ്. അപ്പോൾ ഞാനതിൽ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, അതിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ 90 പേരോളം പെൺകുട്ടികളാണ്. ഏതാണ്ട് അത്ര തന്നെ ആൺകുട്ടികളും പങ്കെടുക്കേണ്ടതാണ്, പക്ഷേ 20 ആൺകുട്ടികളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഞാനവിടെ അന്വേഷിച്ചു, ഞാനവിടെ കുട്ടികളോട് ചോദിച്ചു, എന്താണ് ഈ ആൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കാൻ കാരണം. ഞാൻ പലരെയും നേരിട്ട് കണ്ട് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ട് ഒരു ഉറപ്പില്ല, ഈ പരിപാടി വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്കൊരു ഉറപ്പ് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ടത് പറ്റണില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതായത് എന്നിൽ തന്നെയുള്ളൊരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുകയാണ്. എന്നെക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം, അത് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന സ്ഥലത്താണ് ഭയം കടന്നു വരുന്നത്. ലൂക്കായുടെ സുവിശേഷം 8 അധ്യായം 50-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ കാലഘട്ടത്തിനോട് ദൈവം പറയുന്നൊരു സന്ദേശമാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആട്ടിടയന്മാരുടെ അടുത്ത് മാലാഖമാർ വന്ന് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് പിന്നെ വരാൻ പോകുന്നത് ഭയമാണ്. അവനവനെക്കുറിച്ച് തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കടന്നു ചെല്ലാനുള്ള ഒരു ഭയം, അത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയുള്ള ഭയങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം കാണുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിദേശങ്ങളിലേക്കൊക്കെ, യൂറോപ്പിൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ കൂടുമാറുന്ന ഒരു കാലഘട്ടമാണല്ലോ. പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സുരക്ഷിതമായ ഒരിടം, ജീവിതത്തിനൊരു സെക്യൂരിറ്റി ഉണ്ട്. അതിനർത്ഥം ഇവിടെ സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വിശ്വാസം അവർക്ക് തോന്നുന്നില്ല, ഒരു ഭയം അവരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, കാരണം അവരവരിൽ തന്നെ ഒരു വിശ്വാസം വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വിചിന്തനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശ്വാസ ജീവിതം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വിശ്വാസം, അവനവനിൽ തന്നെയുള്ളൊരു വിശ്വാസം. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ ഉള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ജീവിക്കാൻ തന്നെ നമുക്ക് പ്രയാസമായി തീരുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ആ ഡ്രൈവറിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ ബസ്സിൽ കയറുന്നത്.
അല്ലെങ്കിൽ ആ ബസ്സിൽ നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ ഡ്രൈവർ എവിടെ ചെന്ന് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നതിനെ കുറിച്ച് നമുക്കൊരു പിടിയുമില്ല. നമ്മളൊരു ഹോട്ടലിൽ കയറുമ്പോൾ നമ്മളവിടെ വിശ്വസിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിൽ വേറെ നമ്മളെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല, അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല, നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു ഭക്ഷണമാണ് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാലോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റുമോ? ഒരു യാത്ര ചെയ്യാൻ പറ്റുമോ? എല്ലാറ്റിലും ഒരു വിശ്വാസമല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസമില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല. ജീവിത പങ്കാളിയിലുള്ള വിശ്വാസം, മക്കളിലുള്ള വിശ്വാസം, മാതാപിതാക്കളിലുള്ള വിശ്വാസം, സഹോദരങ്ങളിലുള്ള വിശ്വാസം, കൂടെ ജോലി ചെയ്യുന്നവരിലുള്ള വിശ്വാസം, നമ്മളെ കാണുന്ന മനുഷ്യരിലുള്ള വിശ്വാസം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു വാഹനം ഇടിക്കും എന്ന്, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള ഒരു ഭയം കടന്നു കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? എത്രയോ പേരാണ് വാഹനമുണ്ടായിട്ടും ആ വാഹനത്തിൽ യാത്ര ചെയ്യാതിരിക്കുന്നത് ഈ ഭയം കൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഭയം നമ്മുടെ ജീവിതത്തെ പല വിധത്തിലുള്ള തിന്മകളിലേക്ക് എത്തിക്കും. അപ്പം മറ്റുള്ളവരിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വാസമില്ലാത്ത തലമുറ എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോയ തലമുറയാണ്. അവർ ഭയപ്പാടിൻ്റെ തലമുറയാണ്. അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. നാളെ എന്ത് സംഭവിക്കും? മനുഷ്യൻ്റെ എല്ലാവരുടെയും ചിന്തയിലുള്ള ഒരു കാര്യമാണ് നാളെ എന്ത് സംഭവിക്കും, നാളത്തെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, നാളത്തെ എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും, എൻ്റെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും, എൻ്റെ മക്കൾ എങ്ങനെയായിരിക്കും, എൻ്റെ ജോലി മേഖലകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക അവസ്ഥകൾ എന്തായിരിക്കും, ഇനി നാളെ എന്തായിരിക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. നാളെ എന്നുള്ളതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. മരണശേഷമുള്ള ഒരു നാളെയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ അവസാനിക്കുന്നവരാണോ? നമുക്കൊരു നിത്യതയുണ്ടോ? ഇതിനെല്ലാം ഉത്തരം തരുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. നമുക്കെല്ലാം ശുഭകരമായി തീരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അതാണ് റോമാലേഖനത്തിൽ 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു വലിയ നന്മ നമ്മൾ കണ്ടുകൊണ്ടാണ് ജീവിതത്തിൻ്റെ കഷ്ടതകളിലൊക്കെ നമ്മൾ തരണം ചെയ്തു പോകുന്നത്. ഒരു രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, നാളെ ഒരു നന്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ഒരു വലിയ സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ വിശ്വാസം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവം നമ്മളെ വഴി നടത്തും. ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളരെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കർത്താവ് ഈ സ്ലീഹന്മാരെ നോക്കി പറഞ്ഞത്, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആ ഒരു ജീവിതമില്ലെങ്കിൽ നമ്മുടെ വഴി തെറ്റിപ്പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് സംശയമില്ല. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മിൽ തന്നെയുള്ള വിശ്വാസം, മറ്റുള്ളവരുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ഈ വിശ്വാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പലതും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അമേരിക്ക ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ജനങ്ങൾ, പലരും പ്രസിദ്ധരായിട്ടുള്ള പല ആളുകളുണ്ട്, അവരൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ് അവരുണ്ട്. എൻ്റെ മുൻ തലമുറകൾ ഞാൻ അവരെ കണ്ടിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ ഇവരൊന്നും പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം മാതാപിതാക്കളെ അവരുടെ മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനന്ന് അവരെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് അവരൊക്കെ ഉണ്ടായിരുന്നുവെന്ന്, കഴിഞ്ഞ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തന്ന ചില സത്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവം തന്നെ തൻ്റെ പുത്രനിലൂടെ ഇടപെട്ട് നമ്മളെ പഠിപ്പിച്ച ചില സത്യങ്ങൾ, അതുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ സ്വർഗം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗമുണ്ട്. ഈ മരണശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിനൊരു പ്രത്യാശ നൽകുന്നത്.
നാളെ അടുത്ത വർഷം എനിക്ക് എന്തുണ്ടാകുമെന്നോ അല്ലെങ്കിൽ നാളെ അടുത്തൊരു നിമിഷം എന്തുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. എനിക്ക് ഭയമില്ല. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വിശ്വാസമില്ലാത്ത തലമുറയുടെ ഒരു പ്രത്യേകത, അവർ ഭയപ്പെട്ട ഒരു തലമുറയാണ്. അവർക്ക് ഒന്നിനെക്കുറിച്ചൊരു പ്രത്യാശ ഇല്ലാത്തൊരു തലമുറയാണ്. മറ്റുള്ളവരിൽ വിശ്വാസം നഷ്ടപ്പെട്ട തലമുറയാണ്. തന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട തലമുറയാണ്. ആ തലമുറ വഴിതെറ്റിപ്പോയ തലമുറയാണ്. അതുകൊണ്ട് കർത്താവ് ഇന്ന് നൽകുന്ന ഈ വചനപാഠം വിശ്വാസമില്ലാത്ത വഴിതെറ്റിയ തലമുറയാകാതിരിക്കുവാൻ, ആ തലമുറയിൽ പെടാതിരിക്കുവാൻ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ നമുക്ക് ദൃഢമാക്കാം. ഈ ക്രിസ്മസിൻ്റെ ഈ ഒരുക്കനാളുകൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ആളുകളായി തീരട്ടെ. ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയാചരിക്കുന്ന അവസരം അത് നമുക്ക് ഒരു പ്രത്യാശയുടെ സദ്വാർത്തയായി തീരട്ടെ. ഭയപ്പെടേണ്ട, സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, കർത്താവായ യേശു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഭയം കൂടാതെ സ്വീകരിക്കുവാൻ, വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. നന്ദി.